ഓലക്കന്റെ മൂട് നിർത്തുന്നുണ്ടോ സഖാവേ നിങ്ങളുടെ പോയത്തം പറച്ചില്? മലപ്പുറം ജില്ലയ്ക്ക് ശേഷം ഇടുക്കിയും വയനാടും കാസർഗോഡും പത്തനംതിട്ടയും ജില്ലകളായപ്പോൾ നിങ്ങളുടെ വിഘടനവാദ പ്രയോഗം എവിടെയായിരുന്നു? പ്രിയമുള്ള ഭരണക്കാരെ, പ്രതിപക്ഷക്കാരെ, ഉദ്യോഗസ്ഥരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവരോടും ഞങ്ങൾക്ക് വിനയത്തോടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. കേരളപ്പിറവിക്ക് ശേഷം സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ വന്നത് ഏത് മാനദണ്ഡമനുസരിച്ചാണ്? വിസ്തീർണമാണ് മാനദണ്ഡമെങ്കിൽ മലപ്പുറം ജില്ല 3-ാം സ്ഥാനത്താണ്. അത് കറക്റ്റാണ്. ജനസംഖ്യയാണ് മാനദണ്ഡമെങ്കിൽ മലപ്പുറം ജില്ല നമ്മുടെ സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്താണ്. അതും കറക്റ്റാണ്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുവേണ്ട എല്ലാ മേഖലകളിലും സംസ്ഥാനത്ത് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ജില്ലയാണ് മലപ്പുറം. ഈ ദുരവസ്ഥക്ക് ഒരു പരിഹാരമേ ഉള്ളൂ: മലപ്പുറം ജില്ല വിഭജിക്കുക. ഇതാണ് വിഘടനവാദം, സാക്ഷാൽ വിഘടനവാദം. മിണ്ടരുത്. മലപ്പുറം ജില്ലാ രൂപീകരണ കാലത്ത് വർഗീയവാദികൾക്കൊപ്പം നിങ്ങളെപ്പോലുള്ളവർ ഉറഞ്ഞു തുള്ളിയിരുന്നു. ഇനി ആ കളി മലപ്പുറത്ത് നടപ്പില്ല സഖാവേ. കാരണം മലപ്പുറത്തുകാർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങി. ഇനി ഞങ്ങളെ പറ്റിക്കാൻ പറ്റൂല. മലപ്പുറത്തിന്റെ ദുരവസ്ഥക്ക് ശാശ്വത പരിഹാരം ഒന്നു മാത്രമേയുള്ളൂ: തിരൂർ ആസ്ഥാനമാക്കി പുതിയൊരു ജില്ല രൂപീകരിക്കുക. ഇക്കഴിഞ്ഞ പാർട്ടി പ്ലീനത്തിൽ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ സഖാക്കൾ ജില്ലാ വിഭജനം വേണമെന്നും പറഞ്ഞേക്കാം. പക്ഷേ അതിന് പാർട്ടിയുടെ പിന്തുണ കിട്ടില്ല. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതിൽ മമ്മൂഞ്ഞിന്റെ പാർട്ടിയുടെ നിലപാടാണ് പരമപ്രധാനം. മമ്മൂഞ്ഞെ ജില്ലാ വിഭജന ആശയം ഇറക്കിയിട്ടില്ല. കേറി ഹൈജാക്ക് ചെയ്ത് സ്വന്തമാക്കിക്കോളാം. തരം പോലെ ഞങ്ങളും കൂടിക്കൊള്ളാം. മലപ്പുറം ജില്ലാ വിഭജനം വേണമെന്ന് ആദ്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട തങ്ങളാണ്. യുക്തമായ നേരത്തെ ശക്തമായ തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ് ലീഗ്. എട്ടുകാലി മമ്മൂഞ്ഞിമാർ അങ്ങനെയാണ്. എങ്ങനെ? സർപ്പങ്ങൾ മാളമുണ്ടാക്കാറില്ലല്ലോ. എന്നാലോ എല്ലാ മാളങ്ങളും സർപ്പത്തിന് അവകാശപ്പെട്ടതാണെന്ന് വാദിച്ചു കളയും. ജില്ലാ വിഭജനം ആവശ്യപ്പെട്ട് SDPI മലപ്പുറം ഹർത്താൽ നടത്തിയപ്പോഴല്ലേ സാഹിബേ നിങ്ങൾ ഈ പ്രശ്നം അറിഞ്ഞത് തന്നെ? എന്ന് പറയാൻ പറ്റൂല. നമ്മളിത് ഇന്റർനെറ്റ് വഴി അറിഞ്ഞതാ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ലീഗ് മലപ്പുറത്ത് ഉള്ളതുകൊണ്ടാ മലപ്പുറത്ത് വികസനങ്ങൾ ഉണ്ടായത്. എന്ത് ഒലക്കേല വികസന നിങ്ങൾ കൊണ്ടുവന്നത്? ഓനൊന്നും